നമസ്തേ. വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം കണ്ണൂർ പുതിയതെരുവിൽ നിന്ന് ചാലോടേക്ക് പോകുന്ന റൂട്ടിൽ മയ്യിൽ ടൗണിൽ നിന്ന് 300 മീറ്റർ വടക്കോട്ടേക്ക് മാറിയാൽ വളരെ പ്രസിദ്ധമായ വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം കാണാം. ഒരു ഗ്രാമത്തിൻ്റെത് മാത്രമല്ല, ഒരു ദേശത്തിൻ്റെ മാത്രമല്ല, മറിച്ച് ഉത്തര മലബാറിൻ്റെ തന്നെ വളരെ പ്രസിദ്ധമായ വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഒരുപാട് പ്രത്യേകതകൾ വേളം മഹാഗണപതി ക്ഷേത്രത്തെക്കുറിച്ചുണ്ട്. ഭക്തന്മാർക്ക് ക്ഷേത്ര തിരുമുറ്റത്തേക്ക് കയറിയാൽ തന്നെ ഒരു ഭക്തിയുടെ അന്തരീക്ഷം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. സർവവിഘ്നഹരം ദേവം സർവവിഘ്ന വിവർജിതം എന്നാണ് ഉപദേവന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ, പ്രത്യേകിച്ച് ഉത്തര മലബാറിലെ ഉപദേവന്റെ പേരിൽ അറിയപ്പെടുന്ന മഹാക്ഷേത്രമാണ് വേളം മഹാഗണപതി ക്ഷേത്രം. വേളം മഹാഗണപതി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഭക്തന്മാർക്ക് നേരിട്ട് വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് സർവവിഘ്ന വിവർജിതം എന്നാണ്, എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതെ കണ്ടാക്കാൻ ഗണപതിക്ക് നാളികേരം മുടക്കണം. അത് ഭക്തന് തന്നെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം നാളികേരം ഉടച്ച് കാര്യസിദ്ധി നേടുന്നവർ ഏറെയാണ്. ഭക്തർക്ക് കാണാം, ഇന്നത്തെ ഒരു ദിവസം ആളുകൾ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഉടച്ച നാളികേരമാണ് ഈ കാണുന്നത്. ഇങ്ങനെ അനവധി ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ അഭൂതപൂർവമായ തിരക്കുകൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് വിനായക ചതുർത്ഥി, അതുപോലെ പുറന്നാൾ ദിവസമൊക്കെ ഇവിടെ വന്ന് എല്ലാ വിഘ്നങ്ങളും തീരാൻ ഗണപതി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് നാളികേരം മുടക്കുകയാണ്. പ്രധാന ദേവൻ രാജരാജേശ്വരനായും അതുപോലെ വൈദ്യനാഥ സങ്കല്പത്തിലും പ്രധാന 2 ശ്രീകോവിലിൽ ആചരിച്ച് അനുഷ്ഠിച്ചു വരുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് വേളം മഹാഗണപതി ക്ഷേത്രം. വേളം മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ നമസ്കാര മണ്ഡപം, അതുപോലെ തന്നെ തിടപ്പള്ളി. ഈ തിടപ്പള്ളിക്ക് ഉണ്ടത്ര ഒരു പ്രത്യേകത, കേരളത്തിലെ അപൂർവതയുള്ള ഒരു ക്ഷേത്രം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തിടപ്പള്ളി ഉൾപ്പെടെ പ്രദക്ഷിണം വെക്കുന്ന ക്ഷേത്രം കൂടിയാണ് വേളം മഹാഗണപതി ക്ഷേത്രം. രാജരാജേശ്വരൻ പ്രധാന ശ്രീകോവിലും ഉപദേവനായി ഗണപതിയും അതുപോലെ തന്നെ വൈദ്യനാഥനും ശ്രീകൃഷ്ണ ഭഗവാനും ഒക്കെ ചൈതന്യവത്തായിരിക്കുന്ന അത്രയും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ വേളം മഹാഗണപതി ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, വൈദ്യനാഥ ഭാവത്തിൽ കിഴക്കോട്ട് മുഖമായിരിക്കുന്ന ശിവൻ ജലധാരയും അതുപോലെ മാലയും ചാർത്തി തൊഴുത് പ്രാർത്ഥിച്ച് കാര്യസിദ്ധി നേടുന്നവർ ഏറെയാണ് ഈ ക്ഷേത്രത്തിൽ വന്നു. നമസ്കാര മണ്ഡപത്തിൻ്റെ പ്രത്യേകതയിൽ തന്നെ കാണാം, വലിയ നന്ദിയോടുകൂടിയ ചൈതന്യം, മണ്ഡപത്തിൻ്റെ പ്രാധാന്യം, ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കൊത്തുപണികൾ എല്ലാം വ്യത്യസ്തമാക്കുന്നതാണ് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളും ക്ഷേത്ര നിർമ്മിതിയും. വേളം ഗ്രാമത്തിൽ ഏകദേശം 2000 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ് വേളത്തുള്ള വൈദ്യനാഥ ക്ഷേത്രം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരായിരുന്നു മൊവ്വഞ്ചേരി ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാക്കന്തേരി ഇല്ലം. ചെങ്ങിണിശ്ശേരി പറമ്പത്തുള്ള പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ ചില ബ്രാഹ്മണ കുടുംബക്കാരും തളിപ്പറമ്പ് കൊട്ടുംപുറത്ത് ഗ്രാമസഭ ചേരുമ്പോൾ ആയതിൻ്റെ തീരുമാനം വായിക്കുന്നതിനുള്ള അധികാരം മൊവ്വഞ്ചേരി ഗുരുക്കളിൽ നിക്ഷിപ്തമായിരുന്നു. അവിടെ അധികാര തർക്കങ്ങൾ പതിവായിരുന്നു. ആയതിൻ്റെ പ്രശ്നപരിഹാരമെന്നോണം മധ്യസ്ഥ ശ്രമം നടത്താൻ കൊടൽക്കൂക്കുന്നം ശിവാംഗകൾ എന്ന സന്യാസി ശ്രേഷ്ഠൻ മുന്നോട്ട് വരികയും മധ്യസ്ഥം വഹിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഗ്രാമാതിർത്തി പുനർനിർണയിക്കാനും അതുപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ക്ഷേത്രത്തിലെ ഗ്രാമസഭകളിൽ തീരുമാനം വായിക്കുന്നതിനുള്ള അധികാരമുള്ളൂ എന്നും തീരുമാനിച്ചു. ഇതിൽ കിഴക്കേ അതിർത്തി പൊറപ്പൊടി തോടായി കണക്കാക്കി മാക്കന്തേരിയും പറമ്പത്തുള്ളിയെയും തളിപ്പറമ്പ് ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുവാനാണ് ഈ ഗൂഢശ്രമമെന്ന്
മനസ്സിലാക്കിയ മാക്കന്തേരി തളിപ്പറമ്പ് രാജരാജേശ്വരനെ വേളത്ത് ഒരു ക്ഷേത്രമുണ്ടാക്കി പ്രതിഷ്ഠ നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തു നിന്നും സംഘടിപ്പിച്ച മുളവടിയിൽ ക്ഷേത്ര കണക്കുകൾ അളന്നെടുത്തു വരികയും വേളം വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്തായി തച്ചുശാസ്ത്രവിധി പ്രകാരം ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്കായി തരണനെല്ലൂർ തന്ത്രികളെ ക്ഷണിച്ചു വരുത്തുകയും കലശക്രിയകൾ തുടങ്ങി ജീവകലശം അനുഷ്ഠാനം നടത്തുകയും ചെയ്തു. രാജരാജേശ്വരനെ പ്രധാന വഴിപാട് നെയ്യമൃതും അതുപോലെ തന്നെ പട്ടം താലി നെയ്വിളക്ക് വെച്ച് തൊഴുക എന്നാണ്. പട്ടം താലി നെയ്യമൃതും നെയ്വിളക്ക് വെച്ച് തൊഴുതു കഴിഞ്ഞാൽ ഏതൊരു ഭക്തനെ സംബന്ധിച്ചും കാര്യസാധ്യം ഉണ്ടാകും എന്നും അങ്ങനെ കാര്യസാധ്യം ഉണ്ടായവർ ഏറെയാണെന്നും ഇവിടുത്തെ അനുഭവസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു പ്രത്യേകത വേളം ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുമ്പം തിടപ്പള്ളി ഉൾപ്പെടെ തൊഴുത് പ്രാർത്ഥിച്ചാണ് പ്രദക്ഷിണപദം പൂർത്തിയാക്കേണ്ടത്. രാജരാജേശ്വരനെ തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം വൈദ്യനാഥ രൂപത്തിൽ ശിവനെ പ്രാർത്ഥിച്ചാണ് പ്രദക്ഷിണപദം പൂർത്തിയാക്കുന്നത്. രോഗശമനത്തിനു വേണ്ടി ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് രോഗശമനമുണ്ടാകുന്നവരും ഏറെയാണ്. ഇവിടുത്തെ വൈദ്യനാഥന് ജലധാരയും അതുപോലെ തന്നെ ക്ഷീരധാര, എണ്ണവിളക്ക്, രുദ്രാഭിഷേകം, കൂവളമാല, ശിവപൂജ ഇത്തരം പ്രധാന വഴിപാടുകൾ നടത്തപ്പെടുന്ന ഒരു സങ്കല്പം കൂടിയാണ് ചൈതന്യ സങ്കേതം.